മൃത്യുവിനെ അതിജീവിക്കുന്ന മന്ത്രമാണ് മൃത്യുഞ്ജയ മന്ത്രം. ശിവഭക്തനായിരുന്ന മാർക്കണ്ഡേയൻ മൃത്യുഞ്ജയ മന്ത്രം ജപിച്ചുകൊണ്ട് ശിവനെ അഭിഷേകം ചെയ്തതിന്റെ ഫലമായി ശിവൻ യമനെ തടഞ്ഞ് മാർക്കണ്ഡേയന് അമരത്വം നൽകിയെന്ന് പുരാണത്തിൽ ഒരു കഥയുണ്ട്. അകാരണമായ മൃത്യുഭയം അനുഭവിക്കുന്നവർക്ക് മനക്കരുത്തും ജീവരക്ഷയും പ്രദാനം ചെയ്യുന്ന മന്ത്രമാണ് ഇത്. രോഗങ്ങൾ മാറാനും ദീർഘായുസ്സിനും ധനസമൃദ്ധിക്കും പുത്രപൗത്രാദി സൗഖ്യത്തിനും ബഹുവിശേഷമാണ് ഈ മന്ത്രജപം. വിപരീത ഊർജത്തെ പുറംതള്ളി ഉള്ളിലുള്ള പ്രാണശക്തിയുടെ ബലം വർദ്ധിപ്പിക്കാൻ ഈ മന്ത്രജപം സഹായിക്കുന്നു. ഏറ്റവും ശക്തിയുള്ള മന്ത്രങ്ങളിൽ ഒന്നാണിത്. അതിനാൽ ഈ മന്ത്രം ജപിക്കുമ്പോൾ ശാരീരികവും മാനസികവുമായ ശുദ്ധി പാലിക്കണം. ഗുരുമുഖത്ത് നിന്ന് ഉപദേശം നേടിയേ ഈ ജപം ആരംഭിക്കാവൂ എന്നാണ് ശാസ്ത്രം. എന്നാൽ അക്ഷരത്തെറ്റ് ഇല്ലാതെ അർത്ഥം മനസ്സിലാക്കി ജപിക്കാൻ സാധിക്കുന്നവർക്ക് മഹാദേവനെ ഗുരുവായി സങ്കല്പിച്ച് ജപിച്ചു തുടങ്ങാം. 108 തവണ ജപിക്കുന്നതാണ് ഉത്തമം. സൗകര്യാർത്ഥം 3, 10 എന്നീ തവണയും ജപിക്കാം. കുറഞ്ഞത് ഒരു തവണയെങ്കിലും ഈ മന്ത്രം ജപിക്കുന്നത് ഗുണകരമാണെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ജപശേഷം അറിഞ്ഞും അറിയാതെയും വന്ന തെറ്റുകൾക്ക് ഭഗവാനോട് ക്ഷമാപണം നടത്തണം. ഭഗവാനോട് ക്ഷമാപണം നടത്താൻ ഒരു ക്ഷമാപണ മന്ത്രമുണ്ട്. അതും നിത്യവും ജപിക്കുന്നത് നന്നായിരിക്കും. അത് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. മഹാമൃത്യുഞ്ജയ മന്ത്രം ഇപ്രകാരമാണ്: ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യുർമുക്ഷിയമാമൃതാത്. എന്ന് വെച്ചാൽ, ത്രിലോചനനായ ഭഗവാനെ ഞങ്ങൾ ധ്യാനിക്കുന്നു. സുഗന്ധത്തെയും അഭിവൃദ്ധിയെയും വർദ്ധിപ്പിക്കുന്ന അങ്ങ് വെള്ളരിക്കയെ അതിന്റെ തണ്ടിൽ നിന്നും വേർപെടുത്തുന്നത് പോലെ മരണത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ചാലും, പക്ഷേ അമരത്വത്തിൽ നിന്നല്ല.